മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, സ്നേഹം നിറഞ്ഞ സ്നേഹിതന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിവൻ ഷോപ്പിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സോപ്പ് പൊടി നിർമ്മാണത്തെക്കുറിച്ചാണ്. പ്രാചീന കാലം മുതൽക്ക് തന്നെ ആളുകൾ വസ്ത്രങ്ങൾ വൃത്തിയാക്കാൻ വേണ്ടിയാണ് സോപ്പ് പൊടി ഉപയോഗിക്കുന്നത്. സോപ്പ് പൊടി ഇന്ന് ആയിരക്കണക്കിന് കമ്പനികളിൽ നിന്ന് ഇന്ത്യയിലൊട്ടാകെ വിതരണം ചെയ്യുന്നുണ്ട്. ഈ സോപ്പ് പൊടിയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചുരുക്കമായി മനസ്സിലാക്കാം. ഒന്നാമത്തത് സോഡിയം ക്ലോറൈഡ് അഥവാ ഉപ്പ്. രണ്ടാമത്തത് സോഡ ആഷ് അഥവാ അലക്കുകാരം. മൂന്നാമത്തത് സോഡിയം ബൈകാർബണേറ്റ് അഥവാ ബേക്കിംഗ് സോഡ. നാലാമത് SLS സോഡിയം ലോറൈൽ സൾഫൈറ്റ് പൗഡർ. അഞ്ചാമത്തത് ട്രൈ സോഡിയം സൾഫൈറ്റ് TSP. പിന്നീട് ടിനോപ്പാൽ, സോഡിയം സൾഫൈറ്റ്, ആസിഡ് സ്ലറി, ആൽഫ ഒലിഫിൻ സൾഫൈറ്റ് AOS, കാസ്റ്റിക് സോഡ ലൈ. ഇങ്ങനെ പിന്നെ പെർഫ്യൂം, കളർ ഗാർഡ്. ഇങ്ങനെ 13-14 ഐറ്റംസുകളുടെ ഒരു മിശ്രിതമാണ്, ഒരു സംയുക്തമായ മിശ്രിതമാണ് സോപ്പ് പൊടി അഥവാ വാഷിംഗ് പൗഡർ. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ തന്നെ ഒട്ടനേകം കമ്പനികൾ സോപ്പ് പൊടി നിർമ്മിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ചില സോപ്പ് പൊടി ഉപയോഗിച്ചാൽ കൈക്ക് അലർജി ഉണ്ടാകുന്നു, ചൊറിച്ചിലുണ്ടാകുന്നു, തൊലികൾ പൊട്ടിപ്പോകുന്നു, പഴുക്കുന്നു, വ്രണങ്ങളുണ്ടാകുന്നു. ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ചില ആളുകൾക്ക് സംഭവിക്കുന്നുണ്ട്. ഇന്ന് അതിനൊരു പരിഹാരമായിക്കൊണ്ട്, അത് വരരുത് എന്ന് കരുതിക്കൊണ്ട് ഡിറ്റർജൻറ്റ് ലിക്വിഡുകൾ ധാരാളമായി കമ്പനികൾ ഇറക്കി തുടങ്ങി. തുടക്കത്തിൽ 200, 250, 300 രൂപ ലിറ്ററിനുണ്ടായിരുന്ന ഡിറ്റർജൻറ്റ് ലിക്വിഡുകൾ ഇന്ന് 150-ലേക്കും 89-ലേക്കും 70 രൂപയിലേക്കും വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഡിറ്റർജൻറ്റ് വാഷിംഗ് പൗഡറിനേക്കാൾ നല്ലതാണ് എന്ന നിലക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സോപ്പ് പൊടി ഉണ്ടാക്കുന്നത് ഇത്രയേറെ കെമിക്കൽ കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞു. ഈ കെമിക്കലുകൾ എല്ലാം ഉപയോഗിച്ച് സോപ്പ് പൊടി ഉണ്ടാക്കി കഴിഞ്ഞാൽ വേഗത്തിൽ വസ്ത്രത്തിലെ അഴുക്കുകൾ പോവുകയും വസ്ത്രത്തിന് ശോഭയും വെണ്മയും കിട്ടുകയും ചെയ്യും. ഇവിടെ സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, വൻകിട കമ്പനികൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന സോപ്പ് പൊടി, സർവെക്സൽ, ഏരിയൽ, സൺലൈറ്റ്, ഉജാല, ഹെങ്കോ, ടൈഡ് തുടങ്ങി കുറേ കമ്പനികൾ ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ സോപ്പ് പൊടിക്ക് മാർക്കറ്റിൽ എന്നും വില കൂടുതലാണ്. എന്നാൽ ചെറുകിട സോപ്പ് പൊടി കമ്പനിക്കാരുടെ സോപ്പ് പൊടിക്ക് 40, 50, 60, 70 പെർ kg. ആ നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആളുകളില്ല. കാരണം ആളുകളുടെ കയ്യിൽ ധാരാളമായി പണമുണ്ട്. അതുകൊണ്ട് അവർക്ക് കിലോയ്ക്ക് 190, 250 രൂപയുടെ സോപ്പ് പൊടിയാണ് അവർക്ക് ആവശ്യം. അവരുടെ ധാരണ ഈ സോപ്പ് പൊടിയിൽ, കമ്പനിക്കാരുടെ സോപ്പ് പൊടിയിൽ ഏതോ വെണ്ണയും നെയ്യും ഒക്കെ കലക്കിയിട്ടുണ്ട് എന്ന ധാരണയായിരിക്കും അവർക്കുള്ളത്. അവരുണ്ടാക്കുന്ന അതേ കെമിക്കലുകൾ തന്നെയാണ് ചെറുകിട കമ്പനിക്കാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുണ്ടാക്കിയാലും ഇവരുണ്ടാക്കിയാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും സോപ്പ് പൊടി തന്നെയാണ്. അത് വേറൊരുൽപ്പന്നമായി മാറുകയില്ല. അലർജിയുള്ള ആളുകൾ ഏത് സോപ്പ് ഉപയോഗിച്ചാലും അവരുടെ തൊലിക്ക് അലർജി ഉണ്ടാവും.
അപ്പോൾ അവർക്ക് ചെയ്യാവുന്നത് ഷാമ്പു എന്ന് പറഞ്ഞാൽ അലക്കാൻ വേണ്ടി പ്രത്യേകം ഷാമ്പു ഇറങ്ങുന്നുണ്ട്. ഈ ഷാമ്പുവിൽ ആസിഡ് സ്ലറിയുടെയോ കാസ്റ്റിക് സോഡയോ അതുപോലെയുള്ള സോഡ ആഷോ ഒന്നും അതിൽ ചേരില്ല. അതിൽ കൈക്ക് ദോഷകരമല്ലാത്ത വസ്തുക്കൾ ചേർത്തുകൊണ്ടാണ് ഷാമ്പു നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരക്കാർ അലക്കാനുള്ള വാഷിംഗ് ഷാമ്പു വാങ്ങി ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അവർക്ക് ആ അലർജിയിൽ നിന്ന് മോചനം കിട്ടുന്നതാണ്. എന്നാൽ പല ആളുകളും അതിന് വില കൂടുതലായതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ സോപ്പ് പൊടി എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് അലിയുകയാണ്. സോപ്പ് പൊടിയുടെ വില കുറയും തോറും അതിൻ്റെ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ടാകും. 40 രൂപയ്ക്ക് വിൽക്കുന്ന സോപ്പ് പൊടി 40 രൂപയുടെ കെമിക്കലുകളെ അതിലടങ്ങിയിട്ടുണ്ടാവൂ. അതിൽ സോഡിയം ക്ലോറൈഡിൻ്റെ അഥവാ ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും. പിന്നീട് വരുന്ന സോഡിയം സൾഫേറ്റിൻ്റെ അംശമുണ്ടാവും. സോഡ ആഷും കുറച്ചേ ചേർക്കൂ, മറ്റുള്ള വിലപിടിപ്പുള്ളതും കുറച്ചേ ചേർക്കൂ. അപ്പം അതുകൊണ്ട് 40ൻ്റെ സോപ്പ് പൊടി വാങ്ങാതെ 70-80ൻ്റെ സോപ്പ് പൊടി വാങ്ങുകയും അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുകയും ചെയ്യുക.